ഈദ് മുബാറക്. ഈദിന് ഈദ്ഗാഹ്ക്ക് പോകാൻ വേണ്ടിയിട്ടാ ഉറക്കത്തിന് വരെ കുട്ടികളെ വിളിച്ചോണ്ടി നമ്മള് പോവാണ്. പെരുന്നാൾ നിസ്കാരം 7 മണിക്കാ. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ കുറച്ച് നേരം വൈകിക്കണ്, നല്ലോ നേരം വൈകിക്കണ്. അങ്ങനെ ബീച്ചിലൊക്കെ എത്തിയതോ 7 മണിക്ക്. അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് പെരുന്നാൾ നിസ്കാരം കിട്ടി. പിന്നെ നമ്മളെ മമ്മിയും പിന്നെ ജഫിത്ത സാലിക്കൊക്കെ ഉണ്ടേനു അവിടെ. പക്ഷെ നമ്മള് നേരം വൈകി വന്നോണ്ട് ഓലൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഓലൊക്കെ കണ്ടത്. കണ്ടില്ല എത്താത്തിയോ അനിയനോ മാച്ച് ആക്കിയിട്ട്. പിന്നെ ഒരു ഫോട്ടോ വരെ എടുക്കാതെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് വിട്ടത്. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റ്സ് വരും. ഇവരല്ല ഗസ്റ്റ്, ഇവരെ നമ്മള് ബീച്ചിൽ കണ്ടല്ലേ. അപ്പൊ ഇവല് ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവല് പോയി. അപ്പൊ ഗസ്റ്റ് ആരാ മനസ്സിലായോ? എന്റെ ഉപ്പന്റെ ഫ്രണ്ട്സ് ആണ്, കുറച്ച് ഫുഡ് ബ്ലോഗേഴ്സ്. അങ്ങനെ ഇവല് വരുന്നോണ്ട് തന്നെ എന്റെ ഉപ്പന്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഒക്കെ വെച്ചിക്കണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഡെസേർട്ടിന് എന്റെ ഉമ്മന്റെ സ്പെഷ്യൽ മാംഗോ സാഗം കൂടി കുടിച്ചിട്ട് പോണതിന്റെ മുമ്പ് ഒരു ഈദ് മുബാറക് വീഡിയോ ഇടാൻ വേണ്ടി പറയാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് പെരുന്നാളിന്റെ ബിരിയാണി കഴിക്കാൻ എന്റെ ഉമ്മന്റെ വീട്ടിൽ പോവാം. അതിന്റെ മുമ്പേ ഒരു ചെറിയ പണി. ഇത് എന്റെ ഉപ്പന്റെ താത്തന്റെ വീടാണ്. അപ്പൊ ഓൾക്ക് ഇവിടെ ഒരു ബിരിയാണി ചെമ്പ് കൊണ്ട് കൊടുക്കാണ്ട്. പിന്നെ ഇതാണ് നമ്മളെ മിന്നു താത്ത. എല്ലാരും പറയുന്നത് ഓൾ രണ്ടാളി ഡ്രസ്സ് കളർ ചേഞ്ച് പോലെ ഉണ്ട്, കണ്ടാ ട്വിൻസിന്റെ പോലെ ഉണ്ട് അല്ലേ. അങ്ങനെ ഇവിടുന്ന് എന്റെ ഉപ്പന്റെ ഉമ്മക്കും ഉപ്പക്കും കൂടി ഒരു ഫുൾവന്റെ ബോക്സ് ഉണ്ട്. കിച്ചിന്റെ ഉള്ളിൽ ഹൽവ സ്റ്റഫ് ചെയ്ത് വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മന്റെ വീട്ടിൽ പോയിട്ട് ബിരിയാണിയും പിന്നെ അടിപൊളി കസ്റ്റേർഡ് കൂടി കുടിച്ച്. അപ്പൊ എന്റെ മാമന് 200 റുപ്യ നിൽക്കണം. പിന്നെ ഈ 200 റുപ്യ എനിക്ക് മാത്രമല്ല, എന്റെ 2 അനിയത്തിമാർക്കും കൊടുക്കണം. പക്ഷെ എന്റെ ഉപ്പ വേണ്ടിയില്ലേ, എനിക്ക് മാത്രമായിട്ട് ഒരു 200 റുപ്യ ഉണ്ട്. അതിന് ഇവൽക്കും കൂടി ഒരു ഫുൾവന്റെ ബോക്സ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. പിന്നെ പെരുന്നാളായിട്ട് പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ട് വരെ നമ്മളെ ഫാമിലി മൊത്തമായിട്ട് ഒരു ഫോട്ടോ എടുത്തില്ല അതുവരെ. അങ്ങനെ ഇവിടുന്ന് നമ്മള് ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ട് എന്റെ അമ്മയും ഒറ്റയ്ക്ക് എടുക്കണേ. പിന്നെ നമ്മൾ എന്റെ ഉപ്പന്റെ താത്തന്റെ വീട്ടിലേക്ക് തന്നെ വന്നത്. അവിടെ എല്ലാവരും കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് രാത്രിയൊക്കെ. വെൽക്കണ്ടില്ലേ, ഞാൻ വീഡിയോ എടുക്കണായിട്ട് പേടിയാ, ഒളിച്ചിക്കണ്ടില്ലേ, ഫേമസ് ആവുന്നുള്ള പേടി എന്റെ വീഡിയോയിൽ വന്ന എന്ത് ചെയ്യാൻ. പിന്നെ ഇതാണ്ടില്ലേ, ഈ ഫോട്ടോ ആണ് ഈ ഫോട്ടോ ആക്കിയതാണ് നമ്മളെ ചാറ്റ് GPT തന്നെ. പിന്നെ നമ്മളെ വെല്ലിമത നമ്മളൊക്കെ എല്ലാവർക്കും പെരുന്നാൾ പൈസ ഒക്കെ തന്നെ. അവിടുന്ന് നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് ഓലോട് ടാറ്റ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ, ബൈ.